ഗായ്സ് 2 ദിവസമായിട്ട് പനിയും തലവേദനയായിരുന്നു. തലവേദനയൊക്കെ നമ്മൾ ആസ്വദിക്കണ്ടേ? അപ്പോൾ നമ്മുടെ പിഷാരടി പറഞ്ഞ പോലെ 2 ദിവസം ഞാൻ നമ്മുടെ പനിയും തലവേദനയും ഒന്ന് ആസ്വദിക്കാൻ തീരുമാനിച്ചു. എന്നാലും അതിൻ്റെ ഗ്യാപ്പിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കണ്ടേ പനിയും തലവേദനയൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് ആടലോടകവും പനിക്കൂർക്കയും സാധനമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കുറേ ആടലോടകവും തുളസിയും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് തുളസി. ഇത് കൃഷ്ണ തുളസിയാണോ കരിന്തുളസിയാണോ പറയാൻ പാടില്ല. കണ്ടിട്ട് കുറച്ച് ഡാർക്ക് കളറുള്ളതുകൊണ്ട് ഇത് കരിന്തുളസിയാണെന്ന് തോന്നുന്നു. ഓക്കെ, പാടലോടകമായി, തുളസിയായി. ഇനി വേണ്ടത് പനിക്കൂർക്ക. അതെവിടെയും തപ്പട്ടെ. ഇത് പനിക്കൂർക്കയാണോ? ഇത് പനിക്കൂർക്കയല്ല, ഇത് വേറെന്താണ്. ഇത് പനിക്കൂർക്കയാണ് കേട്ടോ. ഇത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ തുളസി, ആടലോടകം, പനിക്കൂർക്ക. നമ്മുടെ കഷായം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ആടലോടകവും പനിക്കൂർക്കയും തുളസിയും പിന്നെ ചുക്ക്, ചെറിയുള്ളി, കുരുമുളക്, ഇതൊക്കെ കഫക്കെട്ടിനും ചുമക്കൊക്കെ നല്ലതാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. ഇതിപ്പോൾ എത്രത്തോളം എഫക്റ്റീവാണെന്ന് ദൈവത്തിനറിയാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം. കയ്പ്പാണ്, നല്ല കയ്പ്പാണ് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ ഒരു കുത്തലുണ്ട്. പിന്നെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിനകത്ത് ഇട്ടതൊക്കെ നല്ല നല്ല സാധനങ്ങളാണല്ലോ, കുടിക്കുക തന്നെ. ഗായ്സ്, അങ്ങനെ 2 ദിവസം ഞാൻ കഷായമൊക്കെ ഉണ്ടാക്കി കുടിച്ച് പനിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി ഇനി ഇരുന്നാൽ ശരിയാവില്ല. അത് ഞാൻ നേരെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. പനി കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, ത്രോട്ട് നന്നായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 5 ദിവസത്തേക്ക് നല്ല കൂടിയ മരുന്നുകളൊക്കെയാണ് തന്നേക്കുന്നത്. അപ്പോൾ പനി വന്നാൽ ആസ്വദിക്കാൻ നിൽക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ എന്നെ കൊണ്ട് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെയും പണി കിട്ടും.